ഉള്ള വാശിയായിരുന്നു എനിക്കത്. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നെ യാഥാർത്ഥത്തിൽ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവിതം ഞാൻ നീയുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. റാഫിയുടെ ഈ വാക്കുകൾ കേട്ട് ചെറു പുഞ്ചിരിയോടെ കുറച്ച് നാണത്താൽ ആയിഷ പറഞ്ഞു, എങ്കിൽ ഇന്നു മുതൽ ഈ ആയിഷ റാഫിക്ക് സ്വന്തം. ഇത് കേട്ട റാഫി ഒരുപാട് സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എല്ലാം കണ്ട ആയിഷ നാണത്തോടെ ക്ലാസ്സിലേക്ക് ഓടി. അവരുടെ പ്രണയം പൂവിട്ടുകൊണ്ടേയിരുന്നു. +2 കഴിഞ്ഞപ്പോൾ ആയിഷ കോയമ്പത്തൂരിൽ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ തന്റെ ഉമ്മയുടെ അനുജത്തി പഠിക്കുന്നുണ്ട്. അതേ കോളേജിൽ അവളും ചേർന്നു. ആയിഷയെ കാണാതിരിക്കാനാവില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ റാഫിയും കോയമ്പത്തൂരിൽ ചേരാൻ തീരുമാനിച്ചു. പക്ഷെ ആയിഷയുടെ ഉമ്മയുടെ അനുജത്തി ഉള്ളതിനാൽ അവൻ കോയമ്പത്തൂരിൽ തന്നെ വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. ആയിഷയുടെ വീട്ടുകാർക്ക് എല്ലാം അറിയാമായിരുന്നു. റാഫിയുടെ വീട്ടിൽ നിന്നും വിവാഹാലോചനയുമായി വന്നാൽ അവർ നടത്തി തരാൻ എന്ന തീരുമാനത്തിലായിരുന്നു ആയിഷയുടെ ഉമ്മയും ഉപ്പയും. പക്ഷെ കല്യാണം ഉറപ്പിക്കാതെ അവർ സംസാരിക്കുന്നതും പുറത്തു പോകുന്നതിനോടും ആയിഷയുടെ ഉമ്മയുടെ അനുജത്തിക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഇതൊക്കെ അവരുടെ കണ്ണു വെട്ടിച്ച് ആയിഷയും റാഫിയും പുറത്തു പോകുമായിരുന്നു. രാത്രികളിൽ അവർ പരസ്പരം ഫോൺ വിളിക്കും. ആ ദിനം നടന്നു പോയ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം അറിയിച്ചു. അവർ സ്വപ്നങ്ങൾ പങ്കുവെച്ചു. അവരുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കണ്ടു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ആയിഷ അവളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുകയായിരുന്നു. റാഫി ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവന്റെ ഉപ്പയുടെ കൂടെ ബിസിനസ്സിൽ ചേർന്നു. പക്ഷെ അവരുടെ പ്രണയം അവർ ഭംഗിയായി കാത്തു സൂക്ഷിച്ചു. കല്യാണപ്രായമായി. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് സംസാരിക്കാം എന്ന് അവർ ചർച്ച ചെയ്തു. നീ നിന്റെ വീട്ടിൽ പറയൂ, എന്നിട്ട് അവരുമായി എന്റെ വീട്ടിലേക്ക് വരൂ, ആയിഷ റാഫിയോട് പറഞ്ഞു. ശരി, ഞാൻ ശ്രമിക്കാം. ഉപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ആരും തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പയും ഉമ്മയും സമ്മതിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും, റാഫി പറഞ്ഞു. നീ പേടിക്കണ്ട, നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ റാഫി വിവാഹം ചെയ്യില്ല, റാഫി കൂട്ടിച്ചേർത്തു. എല്ലാം ശരിയാവും, നീ ധൈര്യമായിരിക്കെ, ആയിഷ റാഫിയെ സമാധാനിപ്പിച്ചു. റാഫി അവന്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവൻ കണക്കുകൂട്ടിയ പോലെ തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. നടക്കണമെങ്കിൽ ഞാൻ മരിക്കണം, റാഫിയുടെ ഉപ്പ പറഞ്ഞു. നിന്നെ ഇത്രത്തോളം വളർത്താമെങ്കിൽ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം, അദ്ദേഹം കൂട്ടിച്ചേർത്തു.